ഹായ് ഹലോ. അപ്പം ഞങ്ങൾ സൂക്ഷ്മദർശിനി കണ്ടിട്ട് ഇപ്പം ഇറങ്ങിയതേ ഉള്ളൂ. സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താ പറയണത്, നമ്മൾ ട്രെയിലറിൽ കണ്ട എന്താ പറയുക, ഭയങ്കരമായിട്ട് നമ്മൾ ട്രെയിലർ കാണുമ്പോൾ അയ്യോ ഇത് നമ്മൾ ചിരിച്ചിരി മരിക്കും എന്നുള്ള വിചാരത്തോടെയാണ് ഞങ്ങൾ വന്നത്. അപ്പം ഞങ്ങളുടെ വിചാരത്തെ എല്ലാം അത് തട്ടിമറിച്ചു ഗൈസ്. നല്ലൊരു അടിപൊളി സസ്പെൻസ് ത്രില്ലർ ഒരു ജോണറിലുള്ള ഫിലിമാണ്. ഈ സസ്പെൻസ് ത്രില്ലറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എന്താ പറയുക, അവസാനം വരെ അതിൻ്റെ ഭയങ്കരമായിട്ടൊരു ട്വിസ്റ്റും സസ്പെൻസും ത്രില്ലറും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ ഈ സിനിമയ്ക്ക് സാധിച്ചു. എന്താ പറയണത്, സമയം പോയതും അറിഞ്ഞില്ല. എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി, നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റി. പിന്നെ ഒരു സ്ക്രീനിനകത്ത് തന്നെ ബേസിലിനെയും നമുക്ക് നസ്രിയൊക്കെ കാണുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാണ്. കാരണം എനിക്ക് നസ്രിയെ ഭയങ്കര ഇഷ്ടമാണ്. സോ ആ ഒരു സ്ക്രീനിൽ ഇവർ രണ്ടുപേരും കണ്ടപ്പോഴും ഭയങ്കര സന്തോഷമാണ്. കാരണം ബേസിലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബേസിലിൻ്റെ പടം എന്ന് പറയുമ്പോൾ എന്താ പറയണത്, നമുക്കറിയാം അത് നന്നായിരിക്കും എന്നുള്ളൊരു ധാരണ. നമുക്ക് എന്താ പറയുക, ഒരു എന്താ പറയണത്, ഇപ്പം നമ്മുടെ റിവ്യൂ പോലും നിങ്ങൾ കേൾക്കണമെന്നില്ല. കാരണം ബേസിലിൻ്റെ പടങ്ങൾ ഇപ്പം അങ്ങനെയാണല്ലോ. ഇപ്പം ഇറങ്ങുന്ന പടങ്ങളെല്ലാം ബേസിലിൻ്റെത് നമ്മൾ നല്ല ഗ്യാരണ്ടി ആയിട്ട് പോയി കാണാൻ പറ്റുന്ന പടങ്ങളാണ്. സോ അത് തന്നെയാണ് ഈ ഒരു ഇന്ന് ഫ്രൈഡേ ആണ്. അപ്പോൾ ശനി ഞായറും ഫാമിലി ആയിട്ടൊക്കെ വന്ന് അടിച്ച് പൊളിച്ച് കാണാൻ പറ്റുന്ന ഒരു നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് സസ്പെൻസ് ത്രില്ലർ മൂവി തന്നെയാണ്. അത്യാവശ്യം കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല സ്ക്രിപ്റ്റ് ആട്ടോ, എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഇച്ചൻ എന്താ പറയാനുള്ളത്? മൂവി നല്ല, എന്താ പറയുക, ഒരു നല്ല മൂവി. നല്ല സ്ക്രിപ്റ്റിലാണെങ്കിൽ നല്ല രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, നല്ല എഴുതിയിട്ടുണ്ട്. ഡയറക്ഷൻ ആണെങ്കിൽ അതനുസരിച്ച് ബ്രില്യൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഓവറോൾ നല്ലൊരു മൂവിയാണ്. എന്താ പറയുക, സസ്പെൻസ് ആക്ച്വലി ഭയങ്കരമായിട്ട് നമ്മൾ പിടിച്ചിരുത്തുന്നുണ്ട്. കട്ട സസ്പെൻസ് ആണ്. നമുക്ക് ഒരു പിടിയും എനിക്ക് ഒരു പിടിയും കിട്ടിയില്ല. അവസാനം വരെ എനിക്ക് ഒരു പിടിയും കിട്ടിയില്ല. അതാണ് ആ സിനിമയുടെ ജീവൻ. ആ സസ്പെൻസ് പിടിച്ച് നിർത്തുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു ഇത്. പിന്നെ ഒരു പുതിയ കോൺസെപ്റ്റാണ്. അതിൽ എഴുതിയിട്ടുണ്ട്, അതിൻ്റെ ടൈറ്റിൽ എന്ന് വെച്ചാൽ ഹൗ വെൽ യു നോ യുവർ നെയ്ബർ എന്ന് വെച്ചാൽ നിങ്ങളുടെ അയൽവാസികളെ നിങ്ങൾക്ക് എത്ര അറിയാം എന്നുള്ളതാണ് അതിൻ്റെ അതിൻ്റെ ഒരു ക്യാപ്ഷൻ വരുന്നത്. അത് തന്നെയാണ് സിനിമ. ആ ഒരു എന്താ പറയുക, അത് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ അതിലുണ്ട്. ഹൗ വെൽ യു നോ യുവർ നെയ്ബർ. നിങ്ങളുടെ ആൾക്കാർ നമ്മൾ ആലോചിക്കും അവരെന്താണ് ചെയ്യണമെന്നുള്ള ആ ഒരു ഫീല് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. സൂപ്പർ മൂവി, അടിപൊളി. അതുപോലെ മേക്കിംഗ് ഒക്കെ അടിപൊളിയാണ്. മേക്കിംഗ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. അപ്പം എന്താ പറയണതും ഒരു റിഗ്രറ്റും വേണ്ട. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയി എന്താ പറയണ ഈ ഒരു ഫിലിം എൻജോയ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ.